ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ ഡാൻസ് സ്കൂളിലെ സ്നേഹയുടെ സ്കൂൾ കലോത്സവമാണ്. ഞങ്ങളെല്ലാവരും അത് കാണാൻ വേണ്ടിയിട്ട് പോകാനായിട്ട് റെഡിയായിട്ട് നിൽക്കുമായിരുന്നു. പിന്നെ തടുവിൻ്റെ വീട്ടിൽ വെച്ചായിരുന്നു മേക്കപ്പ്. അവളെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ ഇത് സ്നേഹയുടെ അമ്മയാണ് കേട്ടോ ഗൈസ്. പിന്നെ ഞാൻ പിള്ളേരോട് എല്ലാവരും ഹായ് കാണിക്കാൻ പറഞ്ഞു. പിന്നെ ഈ കാണുന്നത് നമ്മുടെ തടുവിൻ്റെ വീടാണ് കേട്ടോ. ഞാൻ ഡാൻസ് സ്കൂൾ ഓൾറെഡി കാണിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അവളുടെ വീട് ഞാൻ കാണിച്ചില്ല. ഇതാണ് തടുവിൻ്റെ വീട്. അവിടെ വെച്ചായിരുന്നു മേക്കപ്പ്. പിന്നെ മേക്കപ്പൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ തടുവിൻ്റെ അനുഗ്രഹമൊക്കെ മേടിക്കുകയും ടിപ്സൊക്കെ മേടിക്കുകയായിരുന്നു സ്നേഹ. പിന്നെ ഞങ്ങൾ അവിടെ നേരെ കാറ് കയറിയിട്ട് പോവായിരുന്നു. ആർദ്രയും ഞാനും മീനാക്ഷിയും ജാനകിയും സ്നേഹയും തടുവും എല്ലാവരും കൂടി ആയിരുന്നു ഒരു കാറിൽ. ഇനി നമ്മൾ സ്നേഹയുടെ സ്കൂളിലേക്ക് എത്താൻ പോവുകയാണ്. 7 മൈൽ എത്തിയിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും ഉണ്ട്. ഹായ് പറ ഗെയ്സ്. ഇവിടെ തടുവിടെ ഇരിപ്പുണ്ട്, സ്നേഹ ഫ്രണ്ടിലിരിപ്പുണ്ട്. സ്കൂളിൻ്റെ ഗേറ്റ് കടന്നിരിക്കുകയാണ്. ഇതാണ് സെൻറ് തോമസ് സ്കൂൾ 7 മൈൽ. പിന്നെ നമ്മളെല്ലാവരും കൂടിയിട്ട് മത്സരം നടക്കുന്ന സ്റ്റേജിൻ്റെ അടുത്തേക്ക് പോകുമായിരുന്നു. പക്ഷേ അവിടെ ആളൊന്നും ഇല്ലായിരുന്നു. കാരണം ലഞ്ച് ബ്രേക്ക് എന്തോ ആയിരുന്നു ഞങ്ങൾ ചെന്ന ടൈമിൽ, അതുകൊണ്ട് അവിടെ ആളൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങൾ ഇങ്ങനെ മത്സരം തുടങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് കാത്തിരിക്കുമായിരുന്നു. അപ്പോൾ തടു ഇങ്ങനെ ഓരോ ടിപ്സ് ഇങ്ങനെ സ്നേഹിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ്. പിന്നെ അവളുടെ ചെസ് നമ്പർക്ക് കുത്തി കൊടുക്കുന്നുണ്ടായിരുന്നു. 327 ആയിരുന്നു കേട്ടോ അവളുടെ നമ്പർ. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ സ്നേഹ സ്റ്റേജിൽ കളിക്കാൻ കയറിയപ്പോൾ ആളുടെ ടെൻഷനൊക്കെ മാറി. സ്റ്റേജിൽ കയറിയപ്പോഴത്തേക്ക് ആൾ പുലിയായി നല്ല ഭംഗിയായിട്ട് കളിച്ച് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പക്ഷേ അപ്പോഴും ടെൻഷൻ നമ്മുടെ ടീച്ചറിൻ്റെ മുഖത്തായിരുന്നു, തടുവിൻ്റെ മുഖത്തായിരുന്നു. പിന്നെ നമ്മുടെ കൊച്ച് കഷ്ടപ്പെട്ട് ഡാൻസ് കളിച്ച് വിയർത്ത് വിളിച്ച് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുഞ്ഞു പിള്ളേരുടെ ഫാൻസി ഡ്രസ്സായിരുന്നു. നാഗവല്ലി, ഉണ്ണിയാർച്ച, പോലീസ്, പട്ടാളം, ശകുന്തള, അങ്ങനെ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് വയനാടിൻ്റെ കൺസെപ്റ്റ് വെച്ച് കുറേ കുട്ടികൾ ഫാൻസി ഡ്രസ്സ് ചെയ്തത്. ഇപ്പോൾ കുട്ടികളായാലും പേരൻസ് ആയാലും ഇനിഷ്യേറ്റീവ് എടുത്ത് ആ ഒരു തീം ചെയ്തതിൽ ഒരുപാട് സന്തോഷം തോന്നി. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ റിസൾട്ട് അനൗൺസ്മെൻറ്റിൻ്റെ ഒരു ടൈമായിരുന്നു. അപ്പോൾ റിസൾട്ട് എന്താണെന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം ഗൈസ്. ഭരതനാട്യം ഫസ്റ്റ് പ്രൈസ് സ്നേഹ എസ്. നമ്മുടെ സ്നേഹയ്ക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടി. സ്നേഹൻ്റെ കൂടെ ഉണ്ട്. സ്നേഹയുടെ ചിലവാണ് ഇന്ന് ഫുൾ ഗൈസ്. ടീച്ചറിന്റെ വക പ്രത്യേകം ചിലവുണ്ട്, കുട്ടിയുടെ വക വേറെ ചിലവ്. പിന്നെ ഞങ്ങൾ എല്ലാവരും ഉണ്ട് ഗൈസ്. എല്ലാവരും പൊക്കോണ്ടിരിക്കും. ഭയങ്കര വെയിൽ വന്നപ്പോൾ ഇവിടെ പാർക്ക് കണ്ടപ്പോൾ കൊച്ചു പിള്ളേരെ പോലെ അതിൽ വലിഞ്ഞ് കയറി അതിൽ കളിക്കാനായിട്ട് പോവാണ് നമ്മുടെ തപസ്യയിലെ പിള്ളേർ. ഞാനും കൂടി പോകാനായിട്ട് ഡാൻസിൻ്റെ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് അതുപോലെ പോകുന്നുണ്ട്. വേർത്തി ഉൾപ്പെടെ പോവാണ് ഗൈസ്. അങ്ങനെ എനിക്കും കണ്ടുകൊണ്ട് നിൽക്കാനായില്ല ഗൈസ്. ഞാനും വലിഞ്ഞു പിടിച്ച് അതിനകത്ത് കയറി. ഏതിനകത്ത് കയറണമെന്ന് കൺഫ്യൂഷനായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും പോയപ്പോൾ പിള്ളേരൊക്കെ എല്ലാത്തിലും ഓരോത്തിലൊക്കെ കയറിയിരുന്നു. പിന്നെ ഞാൻ ഓടിപ്പോയി കിട്ടിയ ഒരു ഗ്യാപ്പിനകത്ത് അവിടെ ഒരു ആടുന്നൊരു സാധനം ഉണ്ടായിരുന്നു. എന്താണ് അതിൻ്റെ പേരൊന്നും അറിയത്തില്ല. അതിനകത്ത് കയറിയിരുന്നു. പിന്നെ സ്നേഹ ആ ഡാൻസിൻ്റെ കോസ്റ്റ്യൂം ഇട്ടുകൊണ്ട് അതിനകത്ത് ഇരുന്ന് കളിക്കുവാണ്. അത് ഞാനും അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഇരുന്ന് ആടുന്നുണ്ടായിരുന്നു. അപ്പോൾ എങ്കിലും ഞാൻ കഷ്ടപ്പെട്ട് വ്ളോഗിനകത്ത് വരാൻ വേണ്ടി ഹായ് ഒക്കെ കാണിച്ചു, ഫ്ലൈങ്കീസൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ടീച്ചർ ഡാൻസ് ടീച്ചർ വഴക്ക് പറഞ്ഞു ഞങ്ങൾ എല്ലാവരും ഇറക്കിക്കൊണ്ട് പോകണം. കണ്ടോ, കളിച്ചതൊക്കെ മതി എന്ന് പറഞ്ഞ് മീനാക്ഷി ഉൾപ്പെടെ ഞങ്ങളെ ഇറക്കി വിട്ടു വിടുന്നു. ഇവിടെ പോവാണ് ഗൈസ്. ഇവിടുന്ന് നമ്മൾ നേരെ സ്നേഹയുടെ സ്ഥലമാണ്. നമ്മൾ റോയിൽ പോവാണ്. ബാക്കി വീഡിയോ അവിടെ സമയത്ത് കാണാം. അങ്ങനെ നമ്മൾ റോയലിൽ ചെന്നു. റോയൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഭരണിക്കാവിലെ അത്യാവശ്യം നല്ലൊരു കടയാണ്. റോയൽ ബേക്കൻ സിംഗിൾസ്. മിക്കവാറും ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇതൊക്കെ ഉണ്ട് അവിടെ പോയാണ് ഫുഡ് അടിക്കാറ്. അങ്ങനെ ഞങ്ങളും പിള്ളേരെല്ലാവരുമായിട്ട് ഫുഡ് അടിക്കാനായിട്ട് അവിടെ ഒരു ജാഥ പോലെ കയറി ചെന്നു. ഫുഡ് ഓർഡർ ചെയ്യാനായിട്ട് അവിടെ കാത്തിരിക്കുമായിരുന്നു ഗൈസ്. പക്ഷെ ആരും വന്നില്ല. തൻ്റെ പിള്ളേർ ഏത് ഫുഡ് വേണമെന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. എൻ്റെ ബർത്ത്ഡേ ആണ് ഗൈസ്, അതിൻ്റെ കൂടി ചിലവാണ്. പിന്നെ നമ്മൾ ഓർഡർ ചെയ്ത് എന്താണെന്ന് വെച്ചാൽ കട്ട്ലറ്റ് ഓർഡർ ചെയ്തു, സാൻഡ്വിച്ച് ഓർഡർ ചെയ്തു, പപ്സ് ഓർഡർ ചെയ്തു. പിന്നെ പിള്ളേരൊക്കെ വാരി കഴിക്കാൻ തുടങ്ങി. ഞാനൊരു കട്ട്ലറ്റ് മാത്രമേ കഴിച്ചുള്ളൂ. പിന്നെ നമ്മൾ കുറച്ച് ഷേക്കൊക്കെ ഓർഡർ ചെയ്തിരുന്നു. ഗാലക്സി ഷേക്ക്, ഓറിയോ ഷേക്ക്, കിറ്റ്കാറ്റ് ഷേക്ക്, ഷാർജ, അതൊക്കെയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് കിറ്റ്കാറ്റ് ഷേക്കാണ്. അത് തടുവാണ്. ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു. എങ്ങനെയുണ്ട് കുട്ടികളെ? നല്ലല്ലേ? സൂപ്പർ കണ്ടോ. ഇനി അടുത്തായിട്ട് മീനാക്ഷി ടേസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഗൈസ്. പിന്നെ പൊന്നുമണി ടേസ്റ്റ് ചെയ്യും. പിന്നെ എല്ലാവരും ടേസ്റ്റ് ചെയ്യും. അങ്ങനെ നമ്മുടെ ഫുഡ് അടി എല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞ് എല്ലാവരും കൂടി ഇറങ്ങി വീട്ടിലേക്ക് പോകുമായിരുന്നു. എല്ലാവരും ഷേക്കും ഷാർജയൊക്കെ അടിച്ചിട്ടിരിക്കിട്ട് ഇറങ്ങി പോവാണ് ഗൈസ്. കണ്ടോ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി എല്ലാവരും 4 വഴിക്ക് പിരിയുകയാണ് ഗൈസ്. ഞങ്ങൾ നേരെ തടുവിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. ഇതൊക്കെ അടിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ് വിശേഷം. ബൈ ബൈ.